നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീകലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും ഭർത്താവുമായ ഒന്നാം പ്രതി അനിൽ ഇസ്രയേലിലുണ്ടെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കലയുടെ ഭർത്താവായ അനിൽ കഴിഞ്ഞ 3 മാസമായി ഇസ്രയേലിൽ താമസിച്ചിരുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഇയാളെ തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. അനിൽ സ്വയം നാട്ടിലെത്തുമെന്നാണ് പോലീസ് കരുതുന്നത്. അതല്ലെങ്കിൽ തിരച്ചിൽ വാറന്റും നോട്ടീസും പുറപ്പെടുവിക്കാനാണ് നീക്കം. ഇന്റർപോളിന് വിവരങ്ങൾ കൈമാറിയതായി പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ സോമരാജൻ, KC പ്രമോദ്, ജിനു ഗോപി എന്നിവരെ 6 ദിവസത്തേക്ക് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി. തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പെരുമ്പുഴ പാലത്തിൽ നിന്ന് കലയുടെ മൃതദേഹം ആറ്റിലേക്ക് തള്ളാൻ ശ്രമം നടത്തിയിരുന്നെന്നാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ അവിടെ ആളുകൾ വന്നു പോയും നിന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും സെപ്റ്റി ടാങ്കിൽ മറവു ചെയ്യാൻ തീരുമാനിച്ചെന്നുമാണ് മൊഴി. കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും അനിലിന്റെയും വീടിനടുത്ത ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തും വ്യാഴാഴ്ച പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. സെപ്റ്റി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ തിരയാൻ പോലീസിനെ സഹായിച്ച തിരുവല്ല സ്വദേശി സോമൻ എന്നയാളും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ യന്ത്ര സഹായത്തോടെ തിരച്ചിൽ നടത്തുമെന്നാണ് സൂചന. തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുപ്രതികൾക്കൊപ്പം കലയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ച അനിൽ മൃതദേഹം പിന്നീട് ആരും അറിയാതെ അവിടെ നിന്ന് മാറ്റിയോ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇസ്രയേലുള്ള അനിലെ നാട്ടിലെത്തിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ. പ്രതികളിൽ ഒരാൾ ഭാര്യയുമായുള്ള വഴക്കിടെ കലയിൽ കൊന്നതുപോലെ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതക വിവരം 15 വർഷത്തിനു ശേഷം പുറത്തുവരാൻ ഇടയാക്കിയത്. ഇതിന് പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച ഊമക്കത്തും നിർണായകമായി. കലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. സെപ്റ്റി ടാങ്കിൽ നിന്ന് യുവതിയുടെ തുടയല്ലോ കൈകാലുകളുടെ അസ്ഥികളോ തലയോട്ടിയോ ലഭിച്ചിട്ടില്ല. ഇവ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കലയുടെ ഭർത്താവും കേസിലെ ഒന്നാം പ്രതിയുമായ അനിലിന്റെ വീടിന് സമീപമുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും നിർമ്മാണങ്ങൾ ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ എന്റെ അമ്മയെ ആരും കൊന്നിട്ടില്ല, ജീവനോടെയുണ്ട്, തിരികെ കൊണ്ടുവരുമെന്നാണ് +1 വിദ്യാർത്ഥിയായ കലയുടെ ഏക മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇസ്രയേലിലുള്ള അച്ഛനുമായി സംസാരിച്ചു, കേൾക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അച്ഛൻ ഫോണിലൂടെ പറഞ്ഞത്. സംഭവം പറഞ്ഞതിനു ശേഷം സ്കൂളിൽ പോയിട്ടില്ല. സഹവിദ്യാർത്ഥികളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നും സങ്കടത്തോടെ മകൻ പറഞ്ഞു. പരിശോധന നടത്തിയിട്ട് എന്ത് കിട്ടിയെന്നും മകൻ ചോദിച്ചു. പോലീസിന്റെ കഥകൾക്ക് വിശ്വാസ്യതയില്ലെന്ന് വളരെ വൈകാരികമായാണ് മകന്റെ പ്രതികരണം. കലയെ കാണാതാകുമ്പോൾ 1.5 വയസ്സുണ്ടായിരുന്ന മകന് അമ്മയെക്കുറിച്ച് വ്യക്തമായ ഓർമ്മകളില്ല. അനിലിന്റെ അച്ഛൻ തങ്കച്ചൻ, അമ്മ മണിയമ്മ, 2ാം ഭാര്യ ശുഭ, 2 ആൺമക്കൾ എന്നിവർക്കൊപ്പമാണ് കലയുടെ മകനും കഴിയുന്നത്. 5 വർഷം മുമ്പ് മകൻ കലയുടെ വീടായ ഇരുമത്തൂർ പായിക്കാട് മീനത്തോതിൽ എത്തി അമ്മയുടെ ഫോട്ടോ ചോദിച്ചെന്ന് കലയുടെ മൂത്ത സഹോദരനും ഓട്ടോ ഡ്രൈവറുമായ കവികുമാറിന്റെ ഭാര്യ പറഞ്ഞു. ഫോട്ടോ കണ്ടപ്പോൾ അതിലേറെ നേരം നോക്കി നിന്ന ശേഷം മടങ്ങിയെന്നും പറഞ്ഞു. കലയെ കൊലപ്പെടുത്തിയതായി ഭർത്താവ് അനിൽകുമാർ പറഞ്ഞതായി മുഖ്യസാക്ഷി സുരേഷ് മൊഴി നൽകിയിരുന്നു. അനിൽ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പുഴ പാലത്തിൽ എത്തുകയായിരുന്നു. പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. അബദ്ധം പറ്റിയതായും കല കൊല്ലപ്പെട്ടതായും അനിൽകുമാർ അറിയിച്ചെന്നും സാക്ഷിയായ സുരേഷിന്റെ മൊഴികളിലുണ്ട്. കലയുടെ മൃതദേഹം മറവു ചെയ്യാൻ സഹായിക്കണമെന്നും അനിൽ അഭ്യർത്ഥന നടത്തി. എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാനാവില്ലെന്ന് അറിയിച്ചു മടങ്ങിയെന്നും സുരേഷ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.